സഖി കനിവോടിവനുടെ ശക്തി കാണ്ടയും മമതത്വം കാണ്ടയും മമതത്വം ഇവനെ അറിയിക്കയോ ഇവനെ അറിയിക്കയോ വേണമല്ലോ വേണമല്ലോ. ഒരു 100 പ്രാവശ്യം പറഞ്ഞു തന്നിട്ട് മനസ്സിലായിട്ടില്ല കൊരങ്ങൻ. ഇങ്ങനെ ഇവന് മാഷിന്റെ വിഷയ താല്പര്യം. ഭരതനാട്യം കഥകളിക്ക് ചേർന്നത് എന്റെ നിർബന്ധം കൊണ്ടാ. വിരല് വളച്ച് കാണിച്ചാൽ മുദ്രയാവില്ല, അതിന് സൗന്ദര്യം ഉണ്ടാവണം. ഇല്ലേ മാഷേ? ഈ മുദ്രകൾ ഭാഷയാണ്. നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതിയാൽ എളുപ്പം വായിക്കാം, അല്ലേ? ഇല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടാവും, മനസ്സിലാവില്ല. കഥകളി സാമാന്യ ജനത്തിന് മനസ്സിലാകാത്തതും അതുകൊണ്ടാണ്. വടിവില്ലാത്ത മുദ്രക്കൈകൾ, വെറും ശാസ്ത്രീയമായ അഭ്യാസം മാത്രമാകുന്ന അഭിനയം, ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. വിദ്യ കൊണ്ട് നേടാൻ പറ്റുന്നതല്ല കല, വാസനയാണ് കല, ഈശ്വരാനുഗ്രഹമാണ്. തെറ്റുണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഏയ്, അതാണ് സത്യം. ആ കലാശം നിർത്തേ. കുട്ടുകളിയൊക്കെ ഇവനാള്. ഓ, ഇവനാണ്. എഴുന്നേക്കടാ. എന്താ കാര്യം? സർ പ്ലീസ്, ഇവനെ പിടിച്ച് വണ്ടി കയറ്റ. എന്റെ അനുവാദമില്ലാതെ എന്റെ കളരി കയറാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? സെക്രട്ടറിയുടെ അനുവാദമുണ്ട്. ഇയാളുടെ പെർമിഷൻ എന്തിനാ? എന്ത് കുറ്റം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? പറഞ്ഞു തരാവിടാ, സ്റ്റേഷനോട് ചെല്ലട്ടെ. കേറടാ. ഇപ്പൊ മനസ്സിലായോ എന്നോട് കളിച്ചാ എങ്ങനെ ഇരിക്കുന്ന? എന്നെ ഇവര് കൊണ്ടുപോയി കൊല്ലൊന്നുമില്ല, ഞാനും മനസ്സിലാക്കി തരാം. അയാൾ അവിടെ കളരിയിൽ വന്നിരുന്നു. എന്താ സാർ കുഴപ്പം? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, താൻ അന്വേഷിക്കണ്ട. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? സെക്രട്ടറി പറഞ്ഞ അനുസരിക്കാനല്ലേ പറ്റൂ. എടാ, നീ സെക്രട്ടറിക്ക് എന്ത് മനസ്സിലാക്കി കൂടാ പട്ടി? ഇനി അതിനുള്ളിൽ കയറുവടാ. ഇനി മതി സാർ. ഒന്നും കൊടുക്കണ്ട, മര്യാദ പഠിക്കട്ടെ അവൻ. എന്ത് വേണം? ഒരു കാര്യം പറയാനുണ്ട്. നന്ദഗോപാലിന്റെ പേരില് കേസ് രജിസ്റ്റർ ചെയ്യരുത്. അയാൾ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. അയാൾ പെൺകുട്ടികളുടെ ക്ലാസ്സിൽ കയറി ബഹളം ഉണ്ടാക്കിയെന്ന് സെക്രട്ടറി പറഞ്ഞതോ? അങ്ങനെ ഒന്നും ഉണ്ടായിണ്ടാവില്ല. ഇടയ്ക്ക് അവിടെ വരാറുണ്ട്, ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇൻസൾട്ടായിട്ട് തോന്നിട്ടുണ്ടാവും, അത്രേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. മദ്യപിച്ച് അവിടെ ചെന്ന് തെറ്റല്ലേ? അയാളുടെ സഞ്ചിയിൽ അരക്കുപ്പിച്ച് ആരായ ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് ഞാൻ പറയില്ല. ഈ പറയണ ബഹളമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. വെറും വ്യക്തിവൈരാഗ്യമാണ് ഇതിന്റെ പിന്നിൽ. അയാളുടെ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി കലാമന്ദിരം കമ്മിറ്റിയുമായിട്ടൊരു കേസ് നിലവിലുണ്ട്. അതിനിടയിൽ ഇത് ചാർജ് ചെയ്താൽ അത് ആ കേസിനെ ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ചാർജ് ചെയ്യരുത്. ചാർജ് ചെയ്യാൻ റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. സെക്രട്ടറിക്ക് ആ ബുദ്ധി തോന്നുന്നതിന് മുമ്പ് അയാളെ വിടണം സാർ. അയാളുടെ ഭാവി ഓർത്തെങ്കിലും സാർ ദയവ് കാണിക്കണം. ഇനി അയാൾ വല്ല കുഴപ്പമുണ്ടാക്കോ? ഇല്ല സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കൂല, ഞങ്ങൾ ഉറപ്പുതരാം. അവൻ അങ്ങനത്തെ ആളല്ല. ഉറപ്പൊന്നും പറയണ്ട. അയാളുടെ ഹിസ്റ്ററി ഇവിടെ പോലീസുകാർ പറഞ്ഞു കേട്ടു. ഭാര്യയെ കൊന്ന ആളല്ലേ. കേസ് വെറുതെ വിട്ടുവെന്ന് വെച്ച് കൊന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല സാർ, അവൻ ആരും കൊല്ലാൻ പറ്റൂല. സുമംഗലെ അവന് ജീവനായിരുന്നു. അതുകൊണ്ടായിരിക്കും തീ വെച്ച് തന്നെ കൊന്നത്. ഏതായാലും അവനെ ഞാൻ വിട്ടുതരാം. പക്ഷേ ഇനി അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നിങ്ങൾ ഇടയ്ക്ക് ഇതിനകത്ത് കയറ്റിയിട്ട് ഞാൻ ചവിട്ടും. എന്തു വേണമെങ്കിലും ചെയ്തോ സാർ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ. ശരീരത്തിന്റെ വേദന മാറാൻ അസല. ശരീരത്തിന്റെ വേദന എന്നും മനസ്സിന്റെ വേദന എന്നും ഒക്കെ ഓരോ കാരണം പറയണ്ടല്ലോ.
കുപ്പിയിലാ ബാക്കിന്റെ അടുത്ത് കേറ്റി എല്ലാ വേദനയും മാറട്ടെ. ഇതുകൊണ്ടൊന്നും മനസ്സിന്റെ വേദന മാറില്ല. അത് മാറണമെങ്കിൽ മരിക്കണം. പിന്നെ എന്തിനാ ഇതൊക്കെ കഴിക്കണേ? ഒരു സുഖം. ചിലപ്പോ ഓർമ്മകളൊന്നും ഇല്ലാണ്ടാവും. സുഖം, ബ്ലാക്ക് ഔട്ട്. ചിലപ്പോ ഓരോന്നും 1000 മുഖങ്ങളോടെ വരും. മല്ലീശ്വരന്റെ അമ്പ് പോലെ. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 1000. ആയിരങ്ങൾ. മാഷിന് ഇവിടം വിട്ട് എവിടെയെങ്കിലും പോക്കൂടെ? ദൂരെ എവിടെയെങ്കിലും. ഡാൻസേഴ്സിന് എവിടെ ചെന്നാലും ജോലിക്ക് പഞ്ഞമില്ല. വെറുതെ ഈ കേസിന്റെ വഴകിന്റെ ആവശ്യമില്ലല്ലോ. മാത്രമല്ല ഇവിടെ എല്ലാരും മാഷിനെ കാണുന്നത് മറ്റൊരു കണ്ണുകൊണ്ടാ. എനിക്കറിയാം, പലർക്കും ഞാൻ ക്രിമിനലാണ്, കള്ളുകുടിക്കാരനാണ്, കഞ്ചാവ് വലിക്കാരനാണ്, വൃത്തികെട്ടവനാണ്. ഒക്കെ ശരിയാണ്. നന്ദു സ്വയം അങ്ങനെ ആയതല്ല, ആക്കിയതല്ലേ അവൾ. എന്റെ സുമംഗല എന്നെ ഒരു കോമാളിയാക്കിയിട്ട് രസിക്കാണവൾ. രസിക്കട്ടെ. നന്ദു, അവൾക്ക് എന്തും തമാശയാണ്. എന്റെ കൂടെ ഉണ്ട് ഏത് നേരവും. ഈ പുഴയും കലാമന്ദിരവും ഒക്കെ വിട്ട് ഞാൻ എങ്ങോട്ടും പോണത് അവൾക്ക് ഇഷ്ടമല്ല. അതാ പക്ഷെ ഞാൻ പോവാത്തത്. അവന്റെ ഭ്രാന്ത് തുടങ്ങി. കള്ളും കഞ്ചാവും ഒക്കെ കയറ്റിയിട്ട് ഓരോന്ന് പറയും, ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. പറഞ്ഞോട്ടെ, നിങ്ങളൊക്കെ പറഞ്ഞോ. നന്ദൊരു മുഴുഭ്രാന്ത. പക്ഷെ ഇപ്പൊ ഞാൻ അവളെ കണ്ടു. ഇത് ലഹരി വിഭ്രാന്തിയൊന്നുമല്ല. ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കിനെ കുറിച്ച് മാസ്റ്റർക്ക് അറിയാമല്ലോ. സീതാരാമായണം. ഞാനത് എഴുതുമ്പോഴും കമ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കണ്ടു പോലീസുകാർ കൊണ്ടുപോയി തല്ലിയതിന് പരിഹസിക്കുക. കാണോ, ഞാൻ പാടിയാൽ അവൾ വരും, നൃത്തം ചെയ്യും. സത്യം. മാങ്ങാത്തൊലി മതി, വാ നമുക്ക് പോവാ. ഞാനില്ലേ, നിങ്ങൾ പോയിക്കാം. മാഷിന്ന് ഇത്തിരി അധികമായിട്ടുണ്ട്. ഇനി വീട്ടിലേക്ക് വയ്ക്കും. മാഷെ, ഞാനൊരു ഇത്തിരി നേരം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി 5 ദിവസത്തിന് സ്വഭാവം മാറ്റരുത് കേട്ടോ. വാ, ഒരു ഓട്ടോ വിളിച്ചു വിടാം. വേണ്ട, ഇങ്ങനെ കയറി എന്റെ വീടായില്ലേ. നിങ്ങൾ പോയിക്കോ. നീ പോയിട്ടാ ഞങ്ങൾ പോകുന്നുള്ളൂ. ശരി, ഞാൻ ആദ്യം പോവാ. കഷ്ടം. ഒക്കെ വിധിയാണ്. അല്ലെങ്കിൽ എവിടെ എത്തേണ്ടവനാ? ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചിട്ടുണ്ട്. സീതാരാമായണം എന്ന് പറഞ്ഞ വർക്ക് കണ്ടിട്ടുണ്ട് മാഷ്? ഇല്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. വാൽമീകി കാണാത്ത സീതയാണ് ഇവന്റെ സീത. അവൻ തന്നെ എഴുതി പുതിയൊരു ഡാൻസ് സ്റ്റൈൽ കമ്പോസ് ചെയ്ത് വെച്ചിരിക്ക. പക്ഷെ എന്ത് ചെയ്യും? ഭാഗ്യല്ല. ഇത് മനസ്സിലാക്കാനും കാണാനും ഇവിടെ ആരും താനും. മൂപ്പര് തനിച്ചു പോകോളൂ. അതൊക്കെ പോയിക്കോളൂ. മൂപ്പർക്ക് ഇത് പതിവാ. വരി, നമുക്ക് പോവാ.